പാർവതിയുടെ പ്രാർത്ഥന ഫലിച്ചു. ശബരിമല കൊള്ളയിൽ ജയറാം പ്രതിയാകില്ല. നടന്റെ മൊഴിയിൽ പ്രത്യേക അന്വേഷണ സംഘം പൂർണ്ണ തൃപ്തിയിൽ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിശ്വാസതന്ത്രങ്ങൾ ഒന്നൊന്നായി പൊളിയുകയാണ്. പുതുതായി നിർമ്മിച്ച സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലെ വീട്ടിൽ പൂജയ്ക്ക് വെച്ചാൽ വലിയ ഐശ്വര്യമുണ്ടാകുമെന്ന് വിശ്വസിപ്പിച്ചാണ് പോറ്റി നടൻ ജയറാമിനെ ഈ കേസിൽ കരുവാക്കിയത്. എന്നാൽ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ എല്ലാം തുറന്നു പറഞ്ഞ് ജയറാം രംഗത്തെത്തിയതോടെ പോറ്റിയും കൂട്ടരും അക്ഷരാർത്ഥത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. കേസിൽ ജയറാം സംശയനിഴലിലായത് കുടുംബത്തെ പോലും വെട്ടിലാക്കിയിരുന്നു. അടുത്ത കാലത്ത് ഭാര്യയും മുന്നടിയുമായ പാർവതിയുമൊത്ത് ജയറാം ശബരിമലയിലെത്തിയിരുന്നു. അയ്യപ്പനിലുള്ള പാർവതിയുടെ വിശ്വാസം ജയറാമിന് തുണയായി. അങ്ങനെ ജയറാം പ്രതിയല്ലാതെ സാക്ഷിയാവുകയാണ്. കഴിഞ്ഞ 40 വർഷമായി ശബരിമലയിൽ ദർശനം നടത്തുന്ന ജയറാമിന് അവിടെ വെച്ചുള്ള പരിചയമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഉണ്ടായിരുന്നത്. ഈ ബന്ധം മുതലെടുത്താണ് പോറ്റി തന്റെ ചതിക്കുഴികൾ ഒരുക്കിയത്. ശ്രീകോവിലിലേക്ക് നിർമ്മിച്ച സ്വർണ്ണപ്പാളികൾ വീട്ടിലെത്തിയാൽ ഐശ്വര്യം വരും എന്ന വാക്കിന് പിന്നിലെ തട്ടിപ്പ് തിരിച്ചറിയാൻ ജയറാമിന് കഴിഞ്ഞില്ല. ഇതേ തുടർന്ന് ചെന്നൈയിലെ വീട്ടിൽ വെച്ച് നടന്ന പൂജയിലും സ്മാർട്ട് ക്രിയേഷൻസിലെ ചടങ്ങിലും താരം പങ്കെടുത്തു. സ്വർണ്ണപ്പാളികൾ സന്നിധാനത്ത് നിന്നും നിയമവിരുദ്ധമായി കടത്തിക്കൊണ്ടുവന്നതാണ് എന്നറിയാതെയാണ് താൻ പൂജയിൽ പങ്കെടുത്തതെന്ന് ജയറാം വ്യക്തമാക്കി. താനുമായി യാതൊരുവിധ സാമ്പത്തിക ബന്ധവും പോറ്റിക്കില്ലെന്ന് തെളിഞ്ഞതോടെ ജയറാം കേസിൽ പ്രതിയാകില്ലെന്ന് ഉറപ്പായി. പകരം സ്വർണ്ണപ്പാളികൾ ശബരിമലയ്ക്ക് പുറത്തെത്തി എന്നതിന് ജീവിക്കുന്ന തെളിവായി ജയറാം കോടതിയിൽ മൊഴി നൽകും. ഇതോടെ അറ്റകുറ്റപ്പണിക്കായി പുറത്തെത്തിച്ചു എന്ന് പറയുന്ന സ്വർണം പോറ്റിയുടെയും മറ്റുള്ളവരുടെയും വീടുകളിൽ പ്രദർശിപ്പിച്ചു എന്നത് ഔദ്യോഗികമായി തെളിയും. ഇത് കൊള്ളക്കാർക്ക് ജാമ്യം ലഭിക്കാനുള്ള പഴുതുകൾ അടയ്ക്കുന്ന നീക്കമാണ്. സംഭവം വിവാദമായതോടെ ശബരിമലയിലെ സ്വർണ്ണപ്പാളി തന്റെ വീട്ടിലെത്തിക്കാൻ പാടില്ലായിരുന്നു എന്ന് ജയറാം പശ്ചാത്തലത്തോടെ പ്രതികരിച്ചിരുന്നു. അയ്യപ്പന്റെ മുതൽ കട്ടിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടണം എന്ന കർശന നിലപാടിലാണ് താരം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷകൾ കോടതിക്ക് മുൻപാകെ വരുമ്പോൾ ജയറാമിന്റെ ഈ വെളിപ്പെടുത്തൽ പ്രോസിക്യൂഷന് വലിയ ആയുധമാകും. സ്വർണ്ണക്കൊള്ളയിലെ സൂത്രധാരന്മാർക്ക് ഇനി അഴിക്കുള്ളിൽ തന്നെ കഴിയേണ്ടി വരുമെന്ന് ഉറപ്പായി. The Hourly News, truth every hour.